ഒരു കപ്പ് പയർ കൊണ്ട് നമുക്ക് ഇന്ന് വൈകുന്നേരത്തേനുള്ള ചായക്കടി തയ്യാറാക്കിയാലോ? തിരുവനന്തപുരംകാരുടെ സ്വന്തം മുന്തിരിക്കൊത്താണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഈ ചെറുപയറിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറുപയർ കഴുകി ഉണക്കിയതായിരിക്കണം. അല്ലാണ്ട് ഡയറക്റ്റ് വറുത്തിട്ട് പിന്നെ നമ്മൾ കഴുകുന്നില്ലല്ലോ. അതുകൊണ്ട് നല്ലതുപോലെ കഴുകി ഉണക്കിയെടുക്കാം. പിന്നെ ഇപ്പോഴത്തെ വെയിലിൽ കഴുകിയിട്ടൊരു 10 മിനിറ്റ് പുറത്ത് വെച്ചിരുന്നാൽ മതി, മനുഷ്യൻ വരെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ പിന്നെ ചെറുപയറിൻ്റെ കാര്യം പറയാനുണ്ടോ? ഇപ്പോൾ നമ്മുടെ പയർ ഏകദേശം നന്നായിട്ട് റോസ്റ്റായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോഴീ അടുക്കളയിൽ ഇങ്ങനെ നല്ലൊരു മണം പരക്കും. പയർ വറുത്തിട്ട് നമ്മൾ ആ സെയിം പാനിൽ തന്നെ വെച്ചിരിക്കരുത്, മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ ഇരുന്ന് ചിലപ്പം കുറേ കൂടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ സെയിം പാനിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ എത്ര അളവാണോ ചെറുപയർ എടുക്കുന്നത് അതേ അളവിൽ വേണം തേങ്ങയും എടുക്കാൻ, എങ്കിലാണ് അതിന് ടേസ്റ്റ് കൂടുതൽ. ഞാൻ ആദ്യം ഒരു സ്പാച്ചുല വെച്ച് തേങ്ങ മിക്സ് ചെയ്യാനൊക്കെ ഒരു ശ്രമം നടത്തി, പക്ഷേ ആ തേങ്ങയും സ്പാച്ചുലയും തമ്മിൽ അങ്ങോട്ട് യോജിക്കുന്നില്ല. നമ്മുടെ സാധാരണ ഒരു തടിച്ചട്ടുകം അങ്ങ് എടുത്തു. പുള്ളി നല്ല വർക്കിംഗ് ആയിരുന്നു. ഏകദേശം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതല്ല വേണ്ട പരുവം. നമ്മൾ തീയലിനൊക്കെ വറക്കില്ലേ, അതുപോലെ നല്ല ഗോൾഡൻ കളറായി വരണം. ഏകദേശം ഒരു 3/4 മൂപ്പാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. സാധാരണ അങ്ങനെ ചേർക്കാറില്ല, പക്ഷെ തമിഴ്നാട്ടിലൊക്കെ കറുത്ത എള്ള് ചേർത്ത് അത് പൊട്ടി വരുന്നതാണ് അവരതിൻ്റെ ഒരു പരുവമായിട്ട് കണക്കാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എള്ളില്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. തേങ്ങയും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിപ്പോൾ ഒരു 1.5 ഉണ്ട ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സെയിം പാൻ തന്നെയാണ് കേട്ടോ. ഉള്ള പാത്രം മുഴുവൻ വാരിയിട്ടാലും ഞാൻ തന്നെ കഴുകണ്ടേ, അതുകൊണ്ട് എല്ലാം ഒരു പാത്രത്തിലാക്കുകയാണ്. ഈ ശർക്കര പൊടിച്ചതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ ഉരുക്കിയെടുക്കുക. എന്നാൽ ശർക്കരയുടെ കട്ടകൾ ഉടയാനായിട്ട് നമുക്കിതുപോലെ ഒരു സ്റ്റീൽ കപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതെല്ലാം കൂടെ പ്രസ് ചെയ്ത് ആ വെള്ളം മുഴുവൻ പുറത്ത് തെറിപ്പിക്കരുത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ശർക്കര അങ്ങ് മെൽറ്റായി കിട്ടും. നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടിയാണുള്ളതെങ്കിൽ അതിലൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം അതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട്. ഉരുക്കിയിട്ട് അരിച്ചെടുത്താൽ മതിയാകും. പിന്നെ ശർക്കര ഉരുക്കി 1 നൂല് 2 നൂല് അങ്ങനെയൊന്നും ആക്കണ്ട. അങ്ങനെയൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരിക്കൊത്ത് കടിച്ചാൽ കടി പറ്റൂല. ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടട്ടെ. അപ്പോഴേക്കും നമ്മുടെ പയറിനെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് പൗഡർ പോലെ ആക്കി എടുക്കരുത്. ചെറിയ നമ്മുടെ പരുവമെന്ന് വെച്ചാൽ റവയുണ്ടല്ലോ, റവയുടെ പോലെ ചെറിയൊരു തരിതരിപ്പിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കഷ്ണങ്ങൾ അതിൽ കിടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവനവൻ്റെ പല്ലിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പൊടിച്ച പയറിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർക്കണം. ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് വേണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഉരുക്കി വെച്ചിരിക്കുന്നതിൽ നിന്ന് 1/2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഈ 1/2 കപ്പ് ശർക്കരപ്പാനി മാത്രമേ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അത് നല്ല കറക്റ്റ് മധുരമായിരുന്നു. ആവശ്യത്തിനുള്ള നനവും ഉണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഉണ്ട പിടിക്കാൻ പറ്റണം, അതായിരിക്കണം ഇതിൻ്റെ പരുവം. അപ്പോൾ നമ്മളിങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ അത് ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൈ നനച്ചിട്ട് നല്ലതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കാം. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിനുള്ള ബോൾസാക്കി എടുക്കാവുന്നതാണ്. 1-2 തവണ നമ്മളിങ്ങനെ ഉരുട്ടി കഴിയുമ്പോൾ വീണ്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ കൈ നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തിട്ട് ഇതാ ഉരുട്ടിയെടുക്കുക. എനിക്ക് 12 ബോൾസും പിന്നെ ഒരു കുഞ്ഞി ബോളും കൂടിയാണ് കേട്ടോ കിട്ടിയത്. ഇനി നമുക്ക് ഇതിനെ മുക്കി പൊരിക്കാനായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ടൊരു 1/2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടേ. അതിനെ നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഒരിക്കലും വെള്ളം ഒരുപാട് ഒഴിച്ച് അരച്ചെടുക്കാൻ പാടില്ല. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നമ്മുടെ കൈ മുക്കുമ്പോഴോ അല്ലാതെ ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ കോരി എടുക്കുകയോ ചെയ്യുമ്പോൾ അതിന് മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു കോട്ടിങ് പോലെ മാത്രമേ വരാൻ പാടുള്ളൂ. ഇതുപോലെ ഈ സ്പൂണിൽ നമ്മളിങ്ങനെ ഒന്ന് വരച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ച് വളരെ ചെറിയൊരു കോട്ടിങ് അത്രേ പാടുള്ളൂ. അതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ പിന്നെ 1-2 ടേബിൾ സ്പൂൺ വെള്ളം വേറെ ചേർക്കാമല്ലോ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ്,
ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ മഞ്ഞൾപ്പൊടി കലങ്ങി കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നന്നായിട്ട് നമ്മളങ്ങ് മിക്സ് ചെയ്താൽ മതി, സെറ്റായി കിട്ടും. ചിലർ മൈദയിലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ മൈദയിലല്ല സാധാരണ ചെയ്യാറ്. ഇതാണിതിൻ്റെ ട്രഡീഷണൽ രീതി. അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഈ കച്ചവടത്തിനൊക്കെ ചെയ്യുന്നവർ അരിപ്പൊടി കുറച്ചിട്ട് മൈദ കൂടുതൽ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. ഇനിയാണ് ഇതിലെ ഒരു രസകരമായ സംഭവം. എന്താണെന്ന് വെച്ചാൽ ഓരോന്നായിട്ട് ബാറ്ററിൽ ഇട്ട് മുക്കി പൊരിച്ചെടുത്താലും മതിയാകും. പക്ഷേ ആ മുന്തിരിക്കൊത്ത് എന്നുള്ള ആ ഒരു പേര് അന്വർത്ഥമാകണമെങ്കിൽ നമ്മൾ 3 എണ്ണം വെച്ച് ഈ മുന്തിരിക്കൊല പോലെ ഒന്നിച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതിനെയാണ് മുന്തിരിക്കൊത്ത് എന്ന് പറയുന്നത്. ആ പേരിനെ നമുക്കൊരു വില കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. 3 വീതം എടുത്തിട്ട് ബാറ്ററിൽ മുക്കി അതിനെ ഒന്നിച്ച് നമ്മുടെ എണ്ണയിലിടുക. അതൊരു കുറച്ച് പാടുള്ളൊരു ടാസ്ക്കാണ് കേട്ടോ. നമ്മുടെ വിരൽ എണ്ണയിൽ മുങ്ങാതെ ശ്രദ്ധിക്കുക. പക്ഷേ അതാ എണ്ണയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ. അത് പൊട്ടി വരുമോ അങ്ങനെ ഒന്നും ചെയ്യില്ല. നമുക്ക് എണ്ണയൊക്കെ കോരി ഒഴിച്ചിട്ട് ആ പുറമേയുള്ള ബാറ്റർ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടി മാത്രം സമയം കൊടുക്കുക. ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കടിച്ചാൽ കടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 2 ഭാഗവും ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ജസ്റ്റ് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കോരി എടുക്കാവുന്നതാണ്. ഒരുപാട് നേരം ഇട്ട് അതിനെ ഡ്രൈ ആക്കി എടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ വളരെ കുറച്ച് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഇരിക്കുന്നതിനനുസരിച്ച് ഡ്രൈ ആയി വരും. പിന്നെ ഇത് കടിച്ചാൽ കടിയും പറ്റില്ല. പല്ലൊക്കെ ഇല്ലാത്തവർ പിന്നെ ഇങ്ങോട്ട് നോക്കുക വേണ്ട. ഇപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുന്തിരിക്കൊല പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ? അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പോട്ടെ, സാധനം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് പാക്കറ്റിൽ വാങ്ങുന്ന മുന്തിരിക്കൊത്തൊന്നും കടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊന്ന് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ഇപ്പോഴും 3 മാസം കൂടുമ്പോൾ പല്ലിൽ നല്ല മനോഹരമായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. പല്ലിന് എല്ലില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇനിയിപ്പോൾ ഉള്ള എല്ലും പല്ലും ഒക്കെ വെച്ചിട്ട് ജീവിക്കാം, അല്ലാണ്ട് എന്താ ചെയ്യുക. നിങ്ങളിതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, ഹൈപ്പ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.